വളരെ മനോഹരമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിപ്പാനായിട്ട് എനിക്ക് ലഭ്യമാകുന്ന വിലപ്പെട്ട സമയങ്ങൾ അതൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. നാം ഇന്ന് ധ്യാനത്തിനു വേണ്ടി എടുത്തിട്ടുള്ള ദൈവവചന ഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 38-39 വാക്യങ്ങളാണ്. എന്താണ് ആ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ എന്ന വചനമാണ്. എന്താണ് ഈ വാക്യം ഓർപ്പിക്കുന്നത്? ഈ ലോകത്ത് ജനിച്ചതും ജീവിക്കുന്നതുമായ സകല മനുഷ്യരും പാപത്തിൽ പിറക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നും ആ പാപത്തിൽ ജീവിക്കുന്നതായ മനുഷ്യന് പാപമോചനം എങ്ങനെ നേടിയെടുക്കുവാനായിട്ട് കഴിയും, പാപത്തിൽ നിന്നുള്ള വിമോചനം നമുക്ക് നേടുവാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ള വാക്കുകളാണ് ഇവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് ശാന്തമായി ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പാപമോചനത്തിനു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി ഏതെല്ലാം വഴികളാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അനവധി വഴികൾ മനുഷ്യൻ തിരഞ്ഞെടുക്കുകയും ആ നിലകളിൽ രക്ഷ പ്രാപിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിലൂടെ മാത്രമേ മനുഷ്യന് പാപമോചനം നേടുവാൻ കഴിയുകയുള്ളൂ എന്ന ചിന്ത പലപ്പോഴും മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു എങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തെ എങ്ങനെ കണ്ടെത്തുവാനായിട്ട് കഴിയും, ദൈവത്തിങ്കിൽ നിന്ന് എങ്ങനെ പാപമോചനം നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതായ ചിന്തകൾ മനുഷ്യരെ കൂടുതൽ ചിന്തിപ്പിക്കുകയും ആ തലത്തിൽ പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തെ കാണുവാൻ വേണ്ടി വിവിധമായ ഇടങ്ങളിലേക്ക് ആളുകൾ ഓടിയടുക്കുന്നതിൻ്റെ കാരണങ്ങളും കർമാചാരങ്ങളിലൂടെ മോശം പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളതായ ചിന്തകൾ അത് പ്രത്യേകമായ ചില സന്ദർഭങ്ങളിലും ചില സാഹചര്യങ്ങളിലും മനുഷ്യന് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതായ ചിന്തകളുമൊക്കെ പ്രത്യേകമായ ദിവസങ്ങളെയും പ്രത്യേകമായ സ്ഥലങ്ങളിലേക്കുമൊക്കെ കൂട്ടത്തോടെ ആളുകളെ കൊണ്ടു ചെല്ലുവാൻ അല്ലെങ്കിൽ കടന്നു പോകുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നാം നോക്കുകയാണെങ്കിൽ അവിടെയും സാധുക്കളായ ആളുകൾക്കൊരു പരിഗണനയും VIP-കളായിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു പരിഗണനയുമുള്ളതും നമ്മുടെ മുമ്പിൽ
ഈ കാലഘട്ടങ്ങളിൽ വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാലമാണ്. അപ്പോൾ സമ്പന്നരായിരിക്കുന്ന, പ്രസിദ്ധരായിരിക്കുന്ന, ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകൾക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാഹചര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുകയും ദരിദ്രരായ, സാധുക്കളായ, പാവങ്ങളായ, സ്ഥാനമാനങ്ങളില്ലാത്ത ആളുകൾക്കൊക്കെ പലപ്പോഴും ആ നിലകളിലുള്ള പരിഗണനകൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതും നമുക്ക് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പാപമോചനത്തിനു വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവത്തിങ്കലേക്ക് മനുഷ്യനടുക്കുകയും ദൈവത്തിങ്കൽ നിന്നാണ് മനുഷ്യന് മോക്ഷം പ്രാപിപ്പാൻ കഴിയുക എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ മനുഷ്യന് മോക്ഷം പ്രാപിക്കുവാനായിട്ട്, പാപമോചനം നേടുവാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിക്കുന്നതായ മറ്റൊരു കൂട്ടം ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. എന്നാൽ സാധാരണക്കാരായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അന്തരാത്മാവിനകത്ത് അടിഞ്ഞുകിടക്കുന്ന ആഴമായൊരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നാം പാപത്തിൽ പിറന്നിരിക്കുന്നു എന്നും നമ്മുടെ ജീവിതത്തിനകത്ത് പാപങ്ങൾ നിലനിൽക്കുന്നു എന്നും ആ പാപമോചനം നമുക്കാവശ്യമാണെന്നും തിരിച്ചറിഞ്ഞിരിക്കെ ആ മോക്ഷത്തിനു വേണ്ടി, ആ രക്ഷയ്ക്കു വേണ്ടി മലകളും താഴ്വരകളും പുണ്യസ്ഥലങ്ങളും അങ്ങനെ വ്യത്യസ്തമായ പല സ്ഥലങ്ങളിലും കടന്നു പോകുന്നവരെയും, മാത്രമല്ല കർമ്മങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയുമൊക്കെ ആ മോക്ഷം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുകയാണ്, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ മോചനത്തിനു വേണ്ടി ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് നസ്രയൻ്റെ നാമമാണ് എന്നാണ്. എന്നുവച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് പാപമോചനം നേടുവാൻ കഴിയുകയുള്ളൂ എന്നതാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമം, അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് വീണ്ടെടുപ്പ്, പാപമോചനം നേടുവാൻ കഴിയുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. യേശുക്രിസ്തുവിലൂടെയുള്ളതായ പാപമോചനത്തിന് എന്താണ് ആവശ്യമായിരിക്കുന്ന ഘടകമെന്ന് ചോദിച്ചാൽ, പുണ്യപ്രവർത്തികളാണോ, ന്യായപ്രമാണങ്ങളെ അനുസരിക്കുന്നതാണോ, അതോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതാണോ, അതോ നേർച്ചകളും കാഴ്ചകളും കഴിക്കുന്നതാണോ? അല്ല. യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്, പാപത്തിൽ പിറന്ന മനുഷ്യൻ്റെ പാപമോചനത്തിനു വേണ്ടി ഉന്നതിയെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് 33.5 വർഷം ജീവിച്ച് ന്യായവിധികൾക്ക് പാത്രമായി തീരുകയും, ഒന്നുകൂടി പറഞ്ഞാൽ പീലാത്തോസ് അടക്കമുള്ള ആളുകളുടെ മുൻപിൽ വിസ്തരിക്കപ്പെട്ട് ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു കുറ്റവും ചെയ്യാത്തവൻ എന്ന് തെളിഞ്ഞിട്ടും ജനത്തിൻ്റെ ആരവം നിമിത്തം
രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് ആ ക്രൂശിൽ മരിച്ച് അരിമത്യക്കാരൻ യോസേപ്പിന് വേണ്ടി വെട്ടിയുണ്ടാക്കിയ മനോഹരമായ കല്ലറയ്ക്കകത്തടക്കപ്പെട്ട് മൂന്നാം നാൾ ആ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ മോചനത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കണം, പൗലോസിനെ മതപണ്ഡിതന്മാരായ ആളുകൾ ചോദ്യം ചെയ്യുകയാണ്. പൗലോസിൻ്റെ അപ്പോസ്തോലത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൗലോസിൻ്റെ പ്രഭാഷണം ചോദ്യം ചെയ്യപ്പെടുകയാണ്. പൗലോസിൻ്റെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ വിധ വഴികളിലൂടെയൊക്കെ താൻ കടന്നു പോകുമ്പോഴും താൻ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ആമീൻ, എനിക്ക് ഇവനെക്കുറിച്ച് മാത്രമേ പറവാനുള്ളൂ. ഇവൻ മൂലമാണ് ആമീൻ നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും നീതീകരണം പ്രാപിക്കാനുള്ള മാനദണ്ഡത്തെക്കുറിച്ച് പഴയ നിയമത്തിനകത്ത് ന്യായപ്രമാണമാണ് ഓർപ്പിക്കുന്നത്. തോറ, പഞ്ചഗ്രന്ഥങ്ങൾ, മോശീക ഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന് പറയുന്ന പുസ്തകങ്ങൾക്കകത്ത് നിന്ന് ജനത്തിന് മുൻപോട്ട് പോകുവാനുള്ള പ്രമാണങ്ങളൊക്കെ അവരുടെ മുൻപിൽ ലഭ്യമായിരിക്കെ അതുമാത്രമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ന്യായപ്രമാണത്തിന് നീതീകരിക്കാൻ കഴിയാത്തത് ചെയ്യുവാനായിട്ട് ഇവന് കഴിയും. ആർക്ക് കഴിയും? ധ്രുവത്വമില്ലാത്ത മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഉന്നതിയിൽ നിന്ന് തണലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. തിരുവചനത്തിൻ്റെ വിവിധമായ വഴികളിലൂടെ ഞാൻ നിങ്ങളെ വേഗത്തിലൊന്ന് അല്പസമയങ്ങൾ ഒന്ന് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ. ഞാനതിൻ്റെ വിവിധമായ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമാണ്. അതുകൊണ്ടാണ് രണ്ട് രക്തങ്ങളെക്കുറിച്ച്, രക്തങ്ങൾ ചൊരിഞ്ഞ ചരിത്രത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒന്ന് ഹാബേലിൻ്റെ രക്തമാണ്. ഹാബേലിൻ്റെ രക്തം വളരെ കൃത്യമായി സംസാരിക്കുന്ന ഒരു രക്തമാണ്. പക്ഷേ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട്. അത് കുഞ്ഞാടിൻ്റെ രക്തമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമാണെന്നും ആ രക്തത്താൽ പാപികളായ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമുണ്ടെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്, ചേർത്തിട്ടുള്ളത്. ശ്രദ്ധിക്കണം. പാപമോചനത്തിനു വേണ്ടി മല കയറണ്ട, പാപമോചനത്തിനു വേണ്ടി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട, പാപമോചനത്തിനു വേണ്ടി സ്വത്രം പണങ്ങൾ ചിലവാക്കേണ്ട ആവശ്യകതകളില്ല. പാപമോചനത്തിനു വേണ്ടി കർമ്മങ്ങളും ആചാരങ്ങളും ആവശ്യമില്ല. പാപമോചനത്തിനു വേണ്ടി യാതൊരു തലത്തിലുള്ള പ്രവൃത്തികളും ആവശ്യമില്ല. പാപമോചനം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളെന്നും യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം നൽകുന്നത് പ്രവൃത്തിയിലൂടെ അല്ലെന്നും അത് വിശ്വാസത്തിലൂടെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ റോമാലേഖനത്തിലേക്ക് ഒന്ന് വരികയാണ്. റോമാലേഖനം അതിന് 11-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ പറയുകയാണ്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. എങ്ങനെ? കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ
പ്രവൃത്തിയല്ല. ഉണ്ടോ? അപ്പം ഞാൻ രണ്ട് ഭാഗമാണ് പറയുന്നത്. ഒന്ന്, രക്ഷയ്ക്ക് കാരണം ആവശ്യമായിരിക്കുന്നത് എന്താണ്? ദൈവത്തിങ്കിലേക്ക് ചെല്ലുക, ദൈവത്തോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുക. അതിനെ ഞാൻ തിരസ്കരിക്കുന്നില്ല. രണ്ട്, കർമ്മങ്ങൾ, ആചാരങ്ങൾ, പുണ്യസ്ഥലങ്ങൾ ഒക്കെ സന്ദർശിക്കുകയും നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം പരിഹരിച്ച് കിട്ടുന്നു എന്നുള്ളതായ ചിന്തയാണ്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല. പിന്നെ എങ്ങനെയാണ്? അല്ലെങ്കിൽ കൃപയാലല്ല, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾക്കാണ് യഥാർത്ഥമായിട്ട് രക്ഷ പ്രാപിപ്പാനായിട്ടുള്ള കൈകളിൽ ന്യായപ്രമാണമുണ്ടായിരുന്നത്. ആ ന്യായപ്രമാണത്താലുള്ള വീണ്ടെടുപ്പും രക്ഷയും അവർക്ക് കരസ്ഥമാക്കിയിരിക്കെ അവർക്കത് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കൃപ നിമിത്തം ഒരു കൂട്ടം ആളുകൾക്ക് അതിനുള്ളതായ സാവകാശവും അവസരങ്ങളും ദൈവം നൽകിക്കൊടുത്തു എന്നുകൂടെ ആ വചനത്തിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. ആ വാക്യങ്ങളെയൊക്കെ ഞാനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചില വചനങ്ങളിലൂടെയൊക്കെ നിങ്ങളെ ഒന്ന് വേഗത്തിൽ ഒന്ന് കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് താല്പര്യവും സന്തോഷവുമുണ്ട്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ ആളുകൾ ശാശ്വതമായ മനഃശാന്തിക്ക് വേണ്ടി, പുണ്യമായിരിക്കുന്നൊരു ജീവിത പശ്ചാത്തലത്തിന് വേണ്ടി, മാത്രമല്ല ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എത്രമാത്രം പണം മുടക്കി, എത്രമാത്രം സമയം ചിലവഴിച്ച് ഏതെല്ലാം കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ തിരിച്ചറിയേണ്ടത് അതെല്ലാം വെറും പ്രവർത്തികൾ മാത്രമാണെന്നും അങ്ങനെ ആർക്കും പാപമോചനം നേടുവാൻ, രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ലെന്നുമുള്ള ആ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് വളരെ വ്യക്തമായ തലത്തിൽ ഓർമ്മപ്പെടുത്തുന്ന പദപ്രയോഗങ്ങളാണ്. ശ്രദ്ധിക്കൂ. ഗലാത്യ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കണം. ആ വാക്യം പറയുകയാണ്, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. പഴയ നിയമത്തിൻ്റെ പ്രമാണവും ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന അനവധി ആളുകളും പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ന്യായപ്രമാണത്തിനുള്ളിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് നാം ജീവിച്ച് മുൻപോട്ട് പോകാമെങ്കിൽ നമുക്ക് പാപമോചനം നേടിയെടുക്കുവാൻ കഴിയും, നമുക്ക് രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയും എന്ന് നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ വളരെ കൃത്യമായ തലത്തിൽ ഓർമ്മപ്പെടുത്തി പറയുകയാണ്, വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട്. ഇതൊരു വലിയ അറിവാണ്, ഒരു സാധാരണ നിലയിലുള്ള ഒരറിവല്ല, ഗൗരവമുള്ള ഒരു അറിവാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നുപോയാൽ അവിടെ നിക്കോദീമോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയായ ധീരനായ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താന് വളരെ കൃത്യമായ തലത്തിൽ ന്യായപ്രമാണം വായിക്കാറുള്ളയാളാണ്, ന്യായപ്രമാണം പഠിപ്പിക്കാറുള്ളയാളാണ്, ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല ബോധ്യതയുള്ളയാളാണ്. ആ നിലകളിൽ ജീവിച്ചു വരവേ ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്നിട്ട് യേശു കർത്താവിനോട് നേരിട്ട് നിക്കോദീമോസ് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഗുരുവേ, രക്ഷ പ്രാപിപ്പാനായിട്ട് എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിക്കോദീമോസിനോട് യേശു പറയുകയാണ്, നീ വീണ്ടും ജനിക്കേണ്ടതുണ്ട്. നിക്കോദീമോസ് യേശുവിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അത് ചെയ്യുവാൻ കഴിയുക? എനിക്കിപ്പോൾ ഇത്രയും പ്രായമായ ആളാണ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിനകത്തേക്ക് പോയിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ ജനിക്കണമെന്നാണോ അങ്ങ് പറയുന്നത് എന്ന് ആ ഗുരുവിനോട്, യേശുവിനോട് നിക്കോദീമോസ് ചോദിക്കുകയാണ്. അപ്പോൾ നിക്കോദീമോസിനോട് യേശു പറയുകയാണ്, നിക്കോദീമോസേ, അങ്ങനെയല്ല, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ, നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന പദമാണ്. പക്ഷെ നിക്കോദീമോസ് യേശുവിനോട് പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് കാത്തു സൂക്ഷിച്ച്
അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നടത്തുന്ന മനുഷ്യനാണ് എന്ന് നിക്കോദീമോസ് പറയുമ്പോഴും യേശു പറയുന്നത്, നിക്കോദീമോസേ, അതൊന്നും നിനക്ക് രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. നിനക്ക് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയണമെങ്കിൽ ആമേൻ നിന്റെ പ്രവൃത്തിയല്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ആമേൻ നിനക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല, നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ഈ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്നറിയണം. നോക്കൂ നിങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കുമെങ്കിൽ ആ തലത്തിൽ നീതീകരണം പ്രാപിക്കപ്പെടേണ്ടുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ചില സന്ദർഭങ്ങളൊക്കെ പറയാറുള്ളൊരു വസ്തുതയുണ്ട്. പുതിയ നിയമത്തിനകത്ത് 2 വ്യക്തികളെക്കുറിച്ച് തിരുവചനം വളരെ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത് കാണാം. അത് ഒന്ന് ധനവാനായ മനുഷ്യനാണ്. ആ ധനവാനെക്കുറിച്ച് നാം ഒന്ന് ആ ഭാഗം ചിന്തിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ ന്യായപ്രമാണങ്ങളെ പൂർണ്ണമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് ആ ധനവാനായ മനുഷ്യനെ കാണുവാൻ കഴിയുന്നത്. എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? സഹോദരന്മാരോടുള്ള ആ ധനവാനായ മനുഷ്യൻ്റെ ആത്മാർത്ഥമായ സ്നേഹം, മരിച്ച് യാതനാസ്ഥലത്ത് താൻ പോകുമ്പോഴും ആ യാതനാസ്ഥലത്ത് കിടക്കുമ്പോഴും തൻ്റെ അന്തരാത്മാവിനകത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ സഹോദരന്മാര് ഇവിടേക്ക് വരരുത്, അവര് ആ പറുദീസയിൽ എത്തുവാൻ അവർ യോഗ്യന്മാരായി തീരണം എന്നാഗ്രഹിക്കുകയാണ്. ദേവാലയവുമായി ബന്ധപ്പെട്ട് ആ ധനവാനായ മനുഷ്യൻ്റെ ആത്മാർത്ഥത നിങ്ങൾ നോക്കുക. ദേവാലയം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ധനവാനായ മനുഷ്യൻ. മൂന്നാമത് നാം നോക്കൂ, സാധുക്കളായ ദരിദ്രരായ ആളുകൾ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നെങ്കിൽ ആ മനുഷ്യൻ ഒരു പക്ഷെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭാവന നൽകിയെന്ന് വരാം. ആ മനുഷ്യന് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തെന്ന് വരാം. പക്ഷേ ആ മനുഷ്യനെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കതിനുള്ള മനസ്സുള്ള ആളുകളല്ല. പക്ഷെ ധനവാനായ മനുഷ്യനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. സഹോദര സ്നേഹം, ദേവാലയത്തോടുള്ള ബഹുമാനവും സ്നേഹവും, പുരോഹിതന്മാരോടുള്ള സ്നേഹവും അടുപ്പവും മാത്രമല്ല, സാധുക്കളായ ദരിദ്രരായ രോഗികളായ അംഗഹീനരായ ആളുകളോടൊക്കെ ആ ധനവാനായ മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെ തീവ്രമായ ആ സ്വഭാവം, ആ മനോഭാവം നോക്കൂ. അതൊക്കെ വാസ്തവത്തിൽ ആ ധനവാനായ മനുഷ്യന് അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകുവാനുള്ള യോഗ്യതയല്ലായിരുന്നു എന്ന് തിരുവചനം ബോധ്യപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം നന്മ പ്രവൃത്തികളൊക്കെ ചെയ്ത, ദേവാലയ ആരാധനകളിൽ ഉത്സാഹം കാണിച്ച, സഹോദരന്മാരോട് ആത്മാർത്ഥതയുണ്ടായിരുന്ന, സാധുക്കളായ ദരിദ്രരായ വിധവകളായ ആളുകൾക്കൊക്കെ സംരക്ഷണം നൽകിയിട്ടുള്ള ഈ ധനവാനായ മനുഷ്യൻ രക്ഷപ്പെടുവാൻ കഴിയാതെ പോയതെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസം തനിക്കില്ലാതെ പോയി എന്നതാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെടുവാൻ താൻ സമ്മതനാകാതെ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദാസറിനോട് ധനവാനായ മനുഷ്യൻ പറയാൻ വേണ്ടി അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാം പിതാവേ, അവനെ എൻ്റെ അരികിലേക്ക് വിടുവാൻ കഴിയുകയില്ലെങ്കിൽ അവനെ എൻ്റെ സഹോദരന്മാരുടെ അരികിലേക്ക് വിടണം. എന്തിനാണെന്നറിയാമോ? എൻ്റെ സഹോദരന്മാർ ഇവിടെ വന്ന് യാതന അനുഭവിക്കാതിരിക്കേണ്ടതിന്, അവരെ ആ പറുദീസയിലേക്ക് കടന്നു വരുവാൻ കഴിയേണ്ടതിന്, അവരോട് ലാസർ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് അവർ മാനസാന്തരപ്പെടേണ്ടതിന്. അവർ രക്ഷയ്ക്ക് വേണ്ടി എന്താ ആവശ്യം? ന്യായപ്രമാണമാണോ? അല്ല. ആവശ്യമുള്ളത്, രക്ഷയ്ക്കാവശ്യമുള്ളത്
മാനസാന്തരമാണ്, രൂപാന്തരമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു മനുഷ്യന് മാത്രമേ നിത്യരക്ഷയെ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ വാക്കുകൾ അടിവരയിട്ട് പാർപ്പിക്കുകയാണ്. അതിൻ്റെ മറുസൈഡ് നോക്കൂ. ദരിദ്രനായ മനുഷ്യനെ സംബന്ധിച്ച് സഹോദരങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല. ദേവാലയത്തിലേക്ക് പോകുവാനോ നേർച്ച കാഴ്ചകൾ കൊടുക്കുവാനോ കർമാചാരങ്ങൾ ചെയ്യുവാനോ ഒന്നും ഒരു സാധ്യതയും മുൻപിലില്ല. മാത്രമല്ല, ആർക്കെങ്കിലും ഒരു ചെറിയ ദാനധർമ്മം കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്യുവാൻ തന്നിൽ തന്നെ പ്രാപ്തനല്ല. അങ്ങനെയായിരിക്കുന്ന കേവലം ഏറ്റവും സാധുവായിരിക്കുന്ന ഏറ്റവും ദരിദ്രനായിരിക്കുന്ന ഈ ലാസർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അത് മറ്റൊരു വഴിയല്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ അല്ല രക്ഷയെന്നും കർത്താവായ യേശു ക്രിസ്തുവിലാണ് രക്ഷയെന്നും തിരിച്ചറിഞ്ഞ ആ ലാസർ എന്ന് പറയുന്ന ദരിദ്രനായ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നതാണ്. ഇങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ കഴിയുക. അതാണ് ആദ്യം ഞാൻ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞ പദം. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഉന്നതിയിൽ നിന്ന് താണലോകത്തിലേക്ക് വന്നെന്നും ഇവിടെ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അല്ല, അടുത്തൊരു പദം കൂടെ ഉണ്ട് അവിടെ. അത് വായ് കൊണ്ട് നമ്മൾ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ മനസ്സ് കാണിച്ചാൽ മതി. അത് നമ്മുടെ രക്ഷയിലേക്ക് നമ്മെ നയിക്കുകയാണ്. അതിന് പണം ആവശ്യമില്ല, അതിന് യാത്ര ആവശ്യമില്ല, അതിന് മല കയറേണ്ട ആവശ്യമില്ല, അതിന് താഴ്വരകളിലേക്ക് കടന്നു പോകേണ്ട കാര്യമില്ല, അതിന് പുണ്യപ്രവർത്തികൾ ചെയ്യേണ്ട ആവശ്യകതകളില്ല. ആമേൻ. ഏക ആവശ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രം ഏക രക്ഷകനെന്ന് ആമേൻ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ്. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. അടുത്തത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. വീണ്ടും നാം താഴേക്ക് വരികയാണെങ്കിൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴും അവിടെ ഈ കാര്യങ്ങളുടെ ഗൗരവങ്ങൾ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്. അതെല്ലാം പറയാനായിട്ട് എനിക്ക് സാധ്യമല്ല. ഞാൻ ചില വാക്കുകൾ മാത്രമേ ഓർപ്പിച്ചായിരിക്കും പോകുന്നത്. അതിൻ്റെ 6 മുതൽ വാക്യം നോക്കുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അബ്രഹാം മെസ്സപ്പൊത്യോമയിലെ ഊരിലാണ് താമസിച്ചിരുന്നത്. ഒരു വലിയ കുടുംബമായിരുന്നു. ഒരു കൂട്ടുകുടുംബമായി അവർ ഒരുമിച്ച് പാർക്കുകയാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ വിറ്റ് ഇങ്ങനെ ജീവിതം മുൻപോട്ട് നയിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അത്യുന്നതനായ ദൈവം ഒരു വെളിപ്പാട് നൽകിക്കൊടുക്കുന്നത്. ആ വെളിപ്പാട് കണ്ട അബ്രഹാം സ്വജനത്തെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട്, നാട് വിട്ട്, വീട് വിട്ട്, ഉണ്ടായിരുന്നതെല്ലാം വിട്ട് ആ ലക്ഷ്യം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വേദനകൾ വഴിത്താരയിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ തെല്ലും കുലുങ്ങാതെ ധൈര്യത്തോടുകൂടി കണ്ട വെളിപ്പാടിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട്, കേട്ട ശബ്ദത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അബ്രഹാം മുന്നോട്ട് പോവുകയാണ്. മറ്റ് സാധ്യതകളൊന്നും തൻ്റെ മുൻപിലില്ല. ഇവിടെ പറയുകയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾക്കത്രേ അബ്രഹാമിൻ്റെ മക്കളെന്ന് പറവാൻ മക്കളെന്നറിയുവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട്
മുൻകൂട്ടി അറിയിച്ചു. അടുത്ത പദം കൂടെ ഉണ്ട്, ഞാൻ വേഗത്തിൽ എവിടെയും കൂടെ വരാം. നമ്മൾ ശ്രദ്ധിക്കണം, ആ വാക്കുകളൊക്കെ എന്താ പറയുന്നത്. ഒരു വലിയ പ്രഖ്യാപനമാണ്, ഒരു ഭയങ്കര വിശ്വാസമാണ്, ആഴമായ വിശ്വാസം. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് പലതരങ്ങളിലുള്ള വിശ്വാസമുണ്ട്. വലിയ വിശ്വാസമൊന്നുമില്ല, കിട്ടിയാൽ കിട്ടട്ടെ, നോക്കാം എന്നുള്ള പ്രതീക്ഷ. പക്ഷെ നേടിയെടുക്കുമെന്നുള്ള വിശ്വാസം, അതിനെക്കുറിച്ച് തിരുവചനം പറയുന്നത് വിജയകരമായ വിശ്വാസം എന്നാണ്. വിജയകരമായ വിശ്വാസം, വിജയപ്രതീക്ഷയുള്ള വിശ്വാസം. അനവധി ആളുകളുടെയും ഹൃദയത്തിനകത്ത് വിജയപ്രതീക്ഷയുള്ള വിശ്വാസമൊന്നും ആണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ തിരുവചനത്തിൽ വിജയപ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോയ അനവധി ആളുകളുണ്ട്, അവർക്ക് വിജയിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. അബ്രഹാം ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. യാക്കോബ് ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. യോസേഫ് ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തുള്ള ഒരു വിശ്വാസമായിരുന്നു അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയുള്ള പിതാക്കന്മാരായ ആളുകളുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നതെന്ന് നാം മറന്നുപോകരുത്. ദൈവത്തിന് സ്തോത്രം. അവിടെ അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. പ്രവൃത്തി കൊണ്ട് തനിക്ക് നീതീകരിക്കപ്പെടാനുള്ള യാതൊരു സാധ്യതകളും തൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 18 വാക്യങ്ങൾ മുതൽ ആ ഭാഗം തന്നെ, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ വാക്യങ്ങളും 18 മുതൽ താഴെ വരെയുള്ള അവസാനം വരെയുള്ളതായ വാക്യങ്ങളും നാം വായിക്കുകയാണെങ്കിലും അവിടെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. വിശ്വാസം വരും മുൻപേ നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാകാനായിട്ട് നമുക്ക് സാധിച്ചത് എങ്ങനെയാണെന്ന് പറയുക. ഗലാത്യ വിശ്വാസികളോട് പൗലോസ് പഠിപ്പിക്കുക. താഴെയുള്ള അവസാനം വരെയുള്ള വാക്യങ്ങൾ അവിടെയാണ് പറയുന്നത്. ക്രിസ്തുവിലുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളും ആകുന്നു. കണ്ടോ, ഈ വാഗ്ദത്തം എങ്ങനെയാണ് നേടിയത്? ഈ വിശ്വാസം എങ്ങനെയാണ് നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞത്? ഈ രക്ഷ എങ്ങനെയാണ് കരസ്ഥമാക്കിയത്? അബ്രഹാം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ന്യായപ്രമാണത്താലാണോ? ന്യായപ്രമാണത്താലാണെങ്കിൽ അബ്രഹാമിനെ നീതീകരിക്കപ്പെടാനായിട്ട്, അബ്രഹാമിൻ്റെ തലമുറയായി നമുക്ക് തീരാനായിട്ട്, അബ്രഹാം നിമിത്തമുള്ള രക്ഷ നമുക്ക് കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. അത് നമുക്ക് സാധിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ പദവിയാണെന്ന് വ്യക്തതയോടുകൂടി അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്ന പദങ്ങളുടെ ഗൗരവമെന്ന് പറയുന്നത്. എന്തിനാണ് ഞാനിതെല്ലാം പറയുന്നത്? വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു. ഒരുപക്ഷെങ്കിൽ എല്ലാ ഭാഗങ്ങളും കേൾക്കുന്നില്ലെങ്കിലും ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കർമ്മങ്ങളും ഒരാചാരങ്ങളും ഒരു യാത്രകളും ഒരു പ്രവൃത്തികളും ഒരു പുണ്യസ്ഥലങ്ങളും ഒരു പുണ്യവാളന്മാർക്കും അത് തരുവാൻ സാധ്യമല്ല. അത് തരുവാൻ കഴിയുന്ന ഏക വ്യക്തി ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് അത് കർത്താവായ യേശുക്രിസ്തു മാത്രം എന്നതാണ്. അതുകൊണ്ട് കാശ് മുടക്കി സമയം ചിലവഴിച്ച് വൃഥ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 2 വാക്കുകൂടെ പറയാം. വിശ്വാസം മാത്രം മതി, അതുകൂടെ പറയണമല്ലോ. വിശ്വാസമാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ വേണ്ടെന്നാണോ? ഒരിക്കലുമല്ല. നാം ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവൃത്തികൾ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആവോളം നന്മ ചെയ്യുവാൻ നാം ഉത്സാഹിക്കണമെന്നാണ് വചനം പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് നാം നന്മ ചെയ്യേണ്ടതെന്നറിയാമോ? അത് നമുക്ക് ദൈവം നൽകുന്ന നന്മയ്ക്കും പ്രതിഫലങ്ങൾക്ക് വേണ്ടിയാണ്.
എന്നാൽ വിശ്വാസം എന്തിനാണെന്നറിയാമോ? രക്ഷയ്ക്ക് വേണ്ടിയാ. ഏത് വിശ്വാസം? രക്ഷ പ്രാപിക്കാമെന്നുള്ള വിശ്വാസം അല്ല, നിത്യതയെക്കുറിച്ചുള്ള വിശ്വാസം. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ആ വിശ്വാസ പ്രഖ്യാപനമാണ് അബ്രഹാമിൻ്റെ രക്ഷയ്ക്ക് കാരണമായത്. ആ വിശ്വാസ പ്രഖ്യാപനമാണ് യോസേപ്പ് രക്ഷ പ്രാപിപ്പാനിടയായത്. ആ വിശ്വാസ പ്രഖ്യാപനമാണ് യാക്കോബ് രക്ഷപ്പെടുവാനിടയായി തീർന്നത്. ആ വിശ്വാസമാണ് ദാവീദിനുണ്ടായിരുന്നത്. ആ വിശ്വാസമാണ് മോശയ്ക്കുണ്ടായിരുന്നത്. ആ വിശ്വാസമാണ് ദാനിയേലിനുണ്ടായിരുന്നത്. ആ വിശ്വാസമാണ് മൊർദെഖായിക്കുണ്ടായിരുന്നത്. ആ വിശ്വാസമാണ് പൗലോസിന് ഉള്ളത്. ആ വിശ്വാസമാണ് പത്രോസിനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എന്താണ്? ആ വാക്കവിടെ വിടുകയാണ്. 2 വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് വേഗത്തിൽ ഒന്ന് തരികയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരികയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ നാം ഒന്ന് നോക്കണം. അവിടെ പറയുകയാണ്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഞാനത് ഇത്രയും നേരം പറഞ്ഞേ. ന്യായപ്രമാണത്താൽ രക്ഷപ്പെടാനായിട്ട് കഴിയുമെന്ന് നമ്മൾ പറയുന്നു, പ്രവൃത്തികളാൽ രക്ഷപ്പെടാനായിട്ട് കഴിയുമെന്ന് പറയുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കപ്പെടുകയില്ല. മാത്രമല്ല, പ്രവൃത്തികൾ ഒന്നും പ്രശംസിക്കത്തക്ക തലത്തിൽ അത് കാരണമാകുന്നില്ല എന്ന് പറയുകയാണ്. അടുത്തതോടെ നോക്കുക, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടെയാണ് ഗൗരവം. അതാണ് ചിന്തിക്കേണ്ടത്. നാം ചെയ്യേണ്ടത് എന്താണ്? നാം പ്രവർത്തിക്കേണ്ടത് എന്താണ്? നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നാം എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നാം എങ്ങനെയാണ് പോകേണ്ടത്? നന്മ പ്രവൃത്തിയുടെ പ്രയോജനം എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രയോജനം എന്താണ്? എന്നിത്യാദി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ വ്യക്തമാക്കുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ് നമ്മെ. ആ ബോധ്യപ്പെടുത്തലുകൾക്കകത്ത് നാം ശാന്തമായി നോക്കണം. അവിടെയാണ് പൗലോസ് പറയുന്നത്, എന്ത്? ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഞാൻ ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭ സമയത്ത് പറഞ്ഞു, ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട്, മോക്ഷം പ്രാപിക്കാനായിട്ട്, പാപമോചനത്തിന് വേണ്ടി, ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു വലിയ ജനസമൂഹം അവിടേക്ക് ഓടിപ്പോവുകയാണ്. അവിടേക്ക് ഓടിയെത്തുമ്പോൾ എത്തുന്നവരുടെ കൂട്ടത്തിൽ സമ്പന്നന്മാരുണ്ട്, സ്ഥാനമാനങ്ങളുള്ളവരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ദരിദ്രന്മാരും സൗന്ദര്യമില്ലാത്തവരും സ്ഥാനമാനങ്ങളില്ലാത്തവരും പേരും പ്രസിദ്ധിയും ഇല്ലാത്തവരും എന്ത് ചെയ്യുന്നുണ്ട്? അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ആർക്കാണ് പരിഗണന കിട്ടുന്നത്? ആർക്കാണ് പെട്ടെന്ന് ദൈവത്തെ കാണുവാൻ കഴിയുന്നത്? ആർക്കാണ് പെട്ടെന്ന് പാപമോചനം പ്രാപിച്ച് വീട്ടിൽ പോകാൻ കഴിയുന്നത്? ആർക്കാണ് മുൻഗണനാ പട്ടികയിൽ പെടുവാൻ കഴിയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിശ്രേഷ്ഠന്മാർക്കും ഉന്നതന്മാർക്കും പണ്ഡിതന്മാർക്കും സമ്പന്നന്മാർക്കും ഒക്കെ ഉള്ളതായിട്ടാണ് നാം ഇവിടെ കണ്ടുവരുന്നത്. എന്നാൽ ദൈവം അങ്ങനെയാണോ ചെയ്യുന്നത്? ദൈവം അത് അംഗീകരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മുൻപിൽ സമ്പന്നരൊരു ഗ്രൂപ്പ്, ദരിദ്രന്മാർ വേറൊരു ഗ്രൂപ്പ്, വെളുത്തവർ ഒരു ഗ്രൂപ്പ്, കറുത്തവർ മറ്റൊരു ഗ്രൂപ്പ്, ഉന്നത നിലവാരങ്ങളിൽ ജീവിക്കുന്നവരൊരു ഗ്രൂപ്പ്, സാധ്യതകളൊന്നുമില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ പാർക്കുന്നവരൊരു ഗ്രൂപ്പ്. ഇങ്ങനെ ഗ്രൂപ്പ് തിരിച്ചാണോ ദൈവം പ്രവർത്തിക്കുന്നത്? അല്ലവേ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പേരുകൊണ്ടോ പ്രസിദ്ധി കൊണ്ടോ പണം കൊണ്ടോ സ്ഥാനം കൊണ്ടോ മാനം കൊണ്ടോ നിറം കൊണ്ടോ വെളുപ്പ് കൊണ്ടോ കറുപ്പ് കൊണ്ടോ ഒന്നും
നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ദരിദ്രരായതുകൊണ്ടോ, നമ്മൾ കറുത്തവരായതുകൊണ്ടോ, നമ്മൾ സാധുക്കളായതുകൊണ്ടോ, നമ്മൾ രോഗികളായതുകൊണ്ടോ ഒന്നും ദൈവം പ്രത്യേക പരിഗണനയും നമുക്ക് നൽകുന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യനെന്ന് പറയുന്ന ഒരു സമൂഹം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനുമെന്നുള്ള വ്യത്യാസം പോലും ഞാൻ ഈ പറയുന്ന ഈ മെസ്സേജിനകത്തില്ല. കാരണം രക്ഷയ്ക്ക് സ്ത്രീയും പുരുഷനും, പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും വ്യത്യാസമില്ലെന്നാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ സാരം. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ന്യായപ്രമാണമാണ് കാരണമെങ്കിൽ, പ്രവൃത്തിയാണ് ആവശ്യമായിരിക്കുന്നതെങ്കിൽ സമ്പന്നരൊക്കെ രക്ഷപ്പെട്ടു പോകും, പണമുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകും, നിറമുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകും. ഈ കാലഘട്ടം നമ്മൾ പറയുന്നത് പോലെ ഉന്നത കുലജാതന്മാരൊക്കെ രക്ഷപ്പെട്ടു പോകും. അല്ലാത്തവരൊക്കെ എന്തു ചെയ്യും? രക്ഷപ്പെടാനായിട്ട് കഴിയാതെ പോകും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, അല്ല, ഇത് ഉന്നതർക്കുള്ളതല്ല, ഇത് സമ്പന്നർക്കുള്ളതല്ല, ഇത് വെളുത്തവർക്കുള്ളതല്ല, ഇത് ഉന്നത കുലജാതന്മാർക്കുള്ളതല്ല, ഇത് പണം കൂടുതൽ മുടക്കുന്നവർക്കുള്ളതല്ല. ഇത് ആർക്കുള്ളതാണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കും ഉള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നയാൾ ആരുമാകാം. അംഗവൈകല്യമുള്ളവനാകാം, നിറമില്ലാത്തവനാകാം, സാധ്യതകളില്ലാത്തവനാകാം, കുടിലിൽ പാർക്കുന്നവനാകാം, കൊട്ടാരത്തിൽ പാർക്കുന്നവനാകാം, ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്യുന്നവനാകാം, ഒരു തൊഴിലുമില്ലാത്തവനാകാം, ആരുമാകാം. യേശുക്രിസ്തു രക്ഷിച്ചതൊക്കെ അങ്ങനെയുള്ളവരെയാണ്. ഇന്ത്യൻ ടാക്സിൽ ജോലി ചെയ്യുന്നവരെ മുതൽ മുക്കുവപ്പണി ചെയ്യുന്നവരെ മുഴുവൻ വരെയും യേശു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ യേശു കർത്താവിലൂടെയുള്ള നിത്യരക്ഷയ്ക്ക് വേണ്ടി നാം കടന്നു ചെല്ലുമ്പോൾ യേശു കർത്താവ് നമ്മളോട് പറയുന്ന പദങ്ങൾ അതൊക്കെ തന്നെയാണ്. എന്താണ്? ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന ഈ രക്ഷ ആരും പ്രവൃത്തികളാൽ പ്രശംസിച്ച് നേടിയെടുക്കാമെന്ന് കരുതരുത്. അത് വിശ്വാസം മൂലം നമുക്ക് നേടുവാൻ കഴിയുന്ന ഒന്നാണെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വാക്കുകൾ നിർത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. എൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് നോക്കുക. 4 ചേർത്ത് പറയുന്നു, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല, തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശിയായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. തീത്തോസ് 3:4-7 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. എങ്ങനെയാണ്? കൃപയാലുള്ള നീതീകരണം. കൃപയാൽ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 38 വർഷമായിട്ട് ഒരാൾ കുടക്കടവിൽ കിടക്കുക. അവൻ വന്ന കാലം നോക്കിയാൽ അവനൊരു പരിഗണന കൊടുത്തിരുന്നെങ്കിൽ അവൻ എന്നെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകാമായിരുന്നു. പക്ഷേ അവൻ ബലഹീനനായി പോയതുകൊണ്ട് പിന്നീട് വന്ന ബലവാന്മാരായ പലരും സുഖം പ്രാപിച്ച് മടങ്ങുമ്പോഴും കഴിഞ്ഞ 38 വർഷമായിട്ട് ബലഹീനനായി പോയതുകൊണ്ട് ആരുടെയും സഹായമില്ലാതെ അവൻ അവിടെ തന്നെ തുടരേണ്ടി വന്നിരിക്കുകയാണ്. അവൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നുണ്ട്, അവൻ്റെ മനസ്സ് വേദനപ്പെടുന്നുണ്ട്. ആ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവായ യേശു മെശിഹ ആ വഴിയിലൂടെ കടന്നു വരികയാണ്. ആ കുളക്കടവിൻ്റെ സമീപത്തേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശു ചോദിച്ചു, നീ ഏറിയ കാലമായല്ലോ ഇങ്ങനെ കിടക്കുന്നത്, നിനക്ക് സൗഖ്യമാകാനായിട്ട് മനസ്സില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, എന്നെ വെള്ളം കലങ്ങുമ്പോൾ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. തൻ്റെ നിസ്സഹായാവസ്ഥ പറയുകയാണ്, എനിക്ക് ആരുമില്ലാത്തവനാണ്. നോക്കണം, ഈ ലോകത്ത് പരിഗണന കിട്ടുന്നത് ആരെങ്കിലുമൊക്കെ ഉള്ളവർക്കാ, ആരോഗ്യമുള്ളവർക്കാ, സൗന്ദര്യമുള്ളവർക്കാ, പണമുള്ളവർക്കാ.
പക്ഷേ യേശു പരിഗണന കൊടുക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു പക്ഷെങ്കിൽ പണമില്ലാത്തതുകൊണ്ട്, സൗന്ദര്യമില്ലാത്തതുകൊണ്ട്, സ്ഥാനമാനങ്ങളില്ലാത്തതുകൊണ്ട്, വിദ്യാഭ്യാസം കുറവുള്ളതുകൊണ്ട് അവഹേളിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ഈ ലോകം അതാണ് ചിന്തിക്കുന്നത്, ഈ ലോകം അതാണ് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ സമ്പന്നരുടെ ദൈവമല്ല, ഞാൻ ദരിദ്രരുടെ ദൈവമല്ല, ഞാൻ വെളുത്തവൻ്റെ ദൈവമല്ല, ഞാൻ കറുത്തവൻ്റെ ദൈവമല്ല, ഞാൻ വിദ്യാഭ്യാസമുള്ളവൻ്റെ ദൈവമല്ല, ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ ദൈവമല്ല, ഞാൻ ഉന്നതന്മാരുടെ ദൈവമല്ല, ഞാൻ താഴ്മയുള്ളവരുടെ ദൈവമല്ല. എനിക്കൊരൊറ്റ ചിന്തയുള്ളൂ, എന്നെ ആരന്വേഷിക്കുന്നുവോ അവരെ ചേർത്ത് നിർത്തുന്ന, അവരെ സ്നേഹിക്കുന്ന, അവർക്ക് വീണ്ടെടുപ്പ് നൽകുന്ന ഒരു ദൈവമാണ് ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ യേശു ക്രിസ്തുവിലൂടെ ഒരു നിത്യരക്ഷ നിങ്ങൾക്കുണ്ടെന്ന് വിശ്വാസമുണ്ടോ? ആ യേശു ക്രിസ്തുവിലൂടെ ഒരു ആത്മാവിന് നിത്യത നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സമയത്ത് എന്നോട് ചേർന്ന് ദൈവത്തോട് പറ, എൻ്റെ ദൈവമേ, അങ്ങയുടെ ഓമനക്കുമാരനായ യേശു ക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ചത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണം മുടക്കുകൂടാതെ അത് പ്രാപിക്കാനായിട്ട് എനിക്കൊരവസരം എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഉന്നതിയിൽ നിന്ന് താണലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് ആ നിത്യത വേണം, എനിക്ക് നിത്യരക്ഷ പ്രാപിക്കണം, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം. അതിനായി ഞാൻ എന്നെ വിനയപ്പെടുത്തുകയാണ് കർത്താവ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ഒരനുഭവത്തിൻ്റെ ഭാഗമായി നമുക്ക് തീരാം. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകപ്പെടട്ടെ. സ്നേഹമുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അങ്ങയിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ആ നിത്യജീവനെ ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കേണ്ടതിന് ന്യായപ്രമാണത്താലോ പ്രവർത്തികളാലോ അല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അത് ഞങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ള വചനത്തിൻ്റെ ആഴങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്കത് പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിത്യരക്ഷയെ അവർക്ക് പ്രാപിപ്പാൻ, കൈവിടപ്പെട്ടു പോകുന്ന അവസ്ഥയല്ല, നിത്യനാശത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥകളുമല്ല, നിത്യരക്ഷ പ്രാപിപ്പാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം പിന്നത്തേതിൽ കേൾക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമായ കർത്താവരെല്ലാവരെയും സഹായിക്കണം. ദൈവത്തിൻ്റെ പ്രത്യേക കരുണ കൊണ്ട്, കരുതൽ കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ദൈവം എല്ലാവരെയും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നന്മ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.